കൂഴൽമന്നത്ത് 2 കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നു. ജനങ്ങളുടെ പ്രതിഷേധം തിരിച്ചറിഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് വെടിവെച്ചത്. ഇന്നലെ കൂഴൽമന്നത്ത് സ്ത്രീയുടെ കാൽ കാട്ടുപന്നി കടിച്ചു മുറിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് വനംവകുപ്പ് നടപടി. വലിയ തോതിൽ പ്രതിഷേധം മേഖലയിൽ ഉയർന്നിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് വെല്ലുവിളിയാകുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നടപടി അതിവേഗമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ തത്ത എന്ന സ്ത്രീ നിലവിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയാണ്. പതിവായി കാട്ടുപന്നി ആക്രമണം നടക്കുന്ന പ്രദേശമാണിത്. പലതവണ ഈ പ്രശ്നമുന്നയിച്ച് നാട്ടുകാർ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ഇന്നലെ വീട്ടുപരിസരത്ത് വച്ചാണ് തത്തയ്ക്ക് ക്രൂരമായ ആക്രമണമേൽക്കേണ്ടി വന്നത്. ഇതോടെ പ്രതിഷേധം പുതിയ തലത്തിലെത്തി. ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ട അവസ്ഥയിൽ സർക്കാരുമെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അതിവേഗം വെടിപൊട്ടി. വീടിനു പിന്നിൽ കരിയിലകൾ അടിച്ചുകൂട്ടുകയായിരുന്നു തത്ത. ഇതിനിടെ കാട്ടുപന്നി ഇവരുടെ മേലേക്ക് ചാടി വീഴുകയായിരുന്നു. കുതറിമാറാൻ ശ്രമിച്ചെങ്കിലും വലതുകാലിൽ പന്നി കടിച്ചു പിടിച്ചു. ഏറെ നേരം കടിച്ചു പിടിച്ച ശേഷമാണ് തത്തയെ വിട്ടത്. അപ്പോഴേക്ക് കാൽമുട്ടിനും കണങ്കാലിനുമിടയിൽ മാംസം നഷ്ടപ്പെട്ടു. ആദ്യം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളിയാണ് തത്ത. സാമ്പത്തികമായി ഏറെ പ്രയാസപ്പെടുന്ന കുടുംബത്തിലെ അംഗമാണ്. ഇവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യം ശക്തമാണ്. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള അനുമതി നൽകാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപന മേധാവികൾക്കും അധികാരം നൽകി വനംവകുപ്പിന്റെ ഉത്തരവ് നേരത്തെ ഇറങ്ങിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് അടിയന്തര വെടിവെപ്പിന് വനംവകുപ്പിന് കഴിഞ്ഞത്. അനുമതികൾ വാങ്ങി അതിവേഗ ഓപ്പറേഷനും നടന്നു. തോക്ക് ഉപയോഗിക്കാൻ അനുമതിയുള്ള പോലീസ്, വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ലൈസൻസുള്ള തോക്കുടമകൾക്കും തദ്ദേശ സ്ഥാപന മേധാവിയുടെ അനുമതിയോടെ ശല്യക്കാരായ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലാം. കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് വനംവകുപ്പ് റേഞ്ച് ഡിവിഷണൽ ഓഫീസർമാരുടെ അനുമതി വേണമെന്നില്ല. കാട്ടുപന്നിയെ വെടിവെക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാകണമെന്ന് നിർദ്ദേശമുണ്ട്. ഇതെല്ലാം പാലിച്ചാണ് കുഴൽമന്ദം ഓപ്പറേഷൻ. വെടിവെച്ച് കൊന്ന കാട്ടുപന്നിയുടെ ജഡം സംസ്കരിക്കുന്നതിന് മുൻപ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മഹസർ തയ്യാറാക്കണം. കാട്ടുപന്നിയുടെ ജഡം മണ്ണെണ്ണയൊഴിച്ച് കത്തിക്കുകയോ കുഴിച്ചിടുകയോ ചെയ്യണമെന്ന മുൻ നിർദ്ദേശത്തിലും ഭേദഗതി വരുത്തിയിട്ടുണ്ട്. വെടിവെച്ച് കൊന്ന കാട്ടുപന്നിയുടെ ജഡം ശാസ്ത്രീയമായി സംസ്കരിച്ചാൽ മതിയെന്നാണ് പുതിയ നിർദ്ദേശം. തദ്ദേശ സ്ഥാപന മേധാവികൾക്ക് അധികാരം നൽകിയത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ അധികൃതരുടെ കൃത്യമായ നിരീക്ഷണവും നടക്കുന്നു. അതേസമയം കോഴിക്കോട് ഈ മാസം ആദ്യം തന്നെ കാട്ടുപന്നി ആക്രമണമുണ്ടായിരുന്നു. ആക്രമണത്തിൽ 2 പേർക്ക് കാര്യമായി തന്നെ പരിക്കേറ്റു. പ്രദേശങ്ങളിൽ കാട്ടുപന്നി ആക്രമണം രൂക്ഷമായി വരികയാണെന്നും ഭയന്നാണ് കൃഷിസ്ഥലത്തേക്കും പുറത്തേക്കും ഇറങ്ങുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. ഇതിനിടയ്ക്ക് തന്നെ ഇത്തരത്തിൽ പ്രതിഷേധവും നടന്നു വന്നിരുന്നു.